പോലീസിന്റെ പക്കലുള്ളത് ഇത്രയും ഫുട്ടേജസ് ആണ്. സൂം ഇറ്റ്. അക്ഷര, ഈ ഫുട്ടേജ് ഇപ്പൊ തന്നെ നമ്മുടെ ടീമിന് അയച്ചു കൊടുക്കണം. ഇവരെ നമുക്ക് ഉടനെ കണ്ടെത്തിയേ പറ്റൂ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോലീസ് ഇവരുടെ പുറകെയാണ്. ഇവരെ കുറിച്ച് യാതൊന്നും തന്നെ പോലീസിന് കണ്ടെത്താനായിട്ടില്ല. അക്ഷര, വൈ ആർ വി ഹിയർ? പോലീസിന്റെ വ്യക്തമായ പരാജയമാണ് ഈ കേസിനകത്തേക്ക് നമ്മളെ എത്തിച്ചത്. ലോക്കൽ പോലീസ് ഒരു പ്രതിയെ കണ്ടെത്താതിരിക്കുന്നതിന് പല കാരണങ്ങളുണ്ടാവും. ചിലപ്പോ നോർമലി അങ്ങനെ സംഭവിക്കാം. ചില സമയത്ത് ബോധപൂർവമായ കണ്ണടക്കൽ കൊണ്ട് അതങ്ങനെ സംഭവിക്കാം. യെസ് മാം. ബട്ട് നമുക്ക് സമ്മർദ്ദങ്ങളില്ല, വഴി തടയലുമില്ല. സോ ഡു ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ കിരൺ, ഇപ്പൊ തന്നെ ചെയ്യാം. ദുർഗ, കിരൺ, നോ ഡൗട്ട് ഗായിക ശ്യാമയെ കൊണ്ടുപോയ സംഘത്തിന്റെ വ്യാപ്തി വളരെ കൂടുതലാണ്. ദാറ്റ് മീൻസ് കുറ്റവാളികൾ ഒളിച്ചിരിക്കുന്നത് കൂടുതൽ ആഴത്തിലാണ്. സാരമില്ല, നമുക്ക് കുഴിക്കാം അവരിയ്ക്കുന്ന ആഴം വരെ. അവനെ ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട് നേരെ ഒരുപാടായി ബെഞ്ചമിൻ. അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഗൗതമിനെ ഞാനും വിളിച്ചിരുന്നു. ആരോ നമുക്ക് പുറകിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഓഫീസിൽ ശ്യാമയുടെ വിവരങ്ങൾ അറിയാനെന്ന് പറഞ്ഞ് രണ്ടുപേര് വന്നത്. അവര് വന്നുപോയ നിമിഷം മുതൽ എനിക്ക് സംശയം ജനിച്ചതാ. അങ്ങനെയാണെങ്കിൽ അവരെ പോകാൻ അനുവദിക്കാൻ പാടില്ലായിരുന്നു. കൊണ്ടുവന്ന് നമ്മുടെ കസ്റ്റഡിയിൽ വെക്കണമായിരുന്നു. ഇനി മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടുകളും സൂക്ഷിച്ചേ പറ്റൂ ബെഞ്ചമിൻ. എനിക്കെന്റെ മോനെ വേണം. ഒരു പരിക്ക് പോലും പറ്റാതെ അവൻ എന്റെ മുമ്പിലെത്തണം. അവൻ നമ്മുടെ കൂടെ എത്തിയാൽ നമുക്ക് നിലനിൽക്കാനുള്ള ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. ഞാൻ വഴിയായാലും വേറെ ഏതെങ്കിലും വഴിയായാലും ഗൗതമിനെ രക്ഷിക്കാനുള്ള നീക്കം വളരെ സൂക്ഷിച്ചു വേണം. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഗൗതം അവന്റെ ആരുടെങ്കിലും കസ്റ്റഡിയിലായിട്ടുണ്ടെങ്കിൽ അതൊരു ട്രാപ്പായിരിക്കും. നമ്മൾ അവിടെ എത്തിക്കാനുള്ള ട്രാപ്പ്. കണിമംഗലം സ്വന്തമാക്കുക എന്നുള്ളത് എന്റെ വാശിയാ. അതൊക്കെ ഞാൻ ചെയ്യുന്നത് അവന് വേണ്ടിയാ. അവൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ ഞാൻ ഈ നേടിയതിനൊന്നും ഒരർത്ഥം ഉണ്ടാവില്ല. ഒന്ന് വെറുതെ ഇരിക്കും ചന്ദ്രശേഖർ സാറേ. ഗൗതം തീയില് കുരുത്തവനല്ലേ, അത്ര പെട്ടെന്നൊന്നും പാടി പോവില്ല.